സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയും അവഗണനയുമാണെന്ന് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന. കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്ക് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന തുരങ്കപാതയ്ക്ക് സംസ്ഥാന സർക്കാരിന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്റ്റണ്ട് മാത്രമാണെന്നും തോമസ് പെരുമന പറഞ്ഞു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ബജറ്റ് ഇടുക്കിയിലെ ജനങ്ങളുടെ അവഗണനയും വെല്ലുവിളിയുമാണ്. ജില്ലയിലെ അടിസ്ഥാനപരമായ യാതൊരു പ്രശ്നത്തെയും പരാമർശിക്കാത്ത ഒരു ബഡ്ജറ്റാണിത്. ജില്ലയിലെ നിർമ്മാണ നിരോധനം, പട്ടയ വിഷയങ്ങൾ തുടങ്ങിയ സംബന്ധിച്ച് യാതൊരു പരിഹാരവും ബജറ്റ് പറയുന്നില്ല. മാത്രമല്ല, ഇന്ന് സാധാരണക്കാരായ ജനങ്ങളും കൃഷിക്കാരും കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനം, ഗവൺമെൻറ് നിയന്ത്രണമുള്ള ധനകാര്യ സ്ഥാപനത്തിൻ്റെ ജപ്തി ഭീഷണിയിലാണ്. വീടുകളിൽ നിർദ്ദേശിച്ച ആളുകളെ ഇറക്കിവിട്ട് വീട് കൈവശപ്പെടുത്തുന്ന നിയമം പോലും നടപ്പിലാക്കുന്നു. ഈ കാര്യത്തെ സംബന്ധിച്ചൊന്നും ഒരക്ഷരം ഗവൺമെൻറ് പറഞ്ഞിട്ടില്ല. ഇടുക്കി ജില്ലയിലെ നിരവധിയായ ഗ്രാമീണ റോഡുകൾ യാതൊരു മെയിൻ്റനൻസില്ലാതെ കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ മോശപ്പെട്ട റോഡുകളുള്ള ഇടുക്കി നിയോജകമണ്ഡലത്തിലാണ്. ഈ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ പ്രതികരിക്കുന്ന ശ്രീ റോഷിയേഷൻ ഉൾപ്പെടെ ആളുകൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് കട്ടപ്പനയിൽ നിന്നും കമ്പത്തേക്ക് തുരങ്കമുണ്ടാക്കുമെന്ന് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ കഴിയുന്നൊരു കാര്യമാണത്. രണ്ട് സംസ്ഥാനങ്ങളിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കം ഉണ്ടാക്കണമെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും സമ്മതം ആവശ്യമല്ലേ. അപ്പം 10 വർഷക്കാലമായി കട്ടപ്പന KSRTCക്ക് 10 കോടി രൂപ ടെർമിനൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു നടക്കുന്ന ഈ ജനപ്രതിനിധിയും മന്ത്രിമാരും തുരങ്കം ഉണ്ടാക്കുമെന്ന് പറയുന്നത് ഇത് നടപ്പിലാക്കാൻ വേണ്ടിയല്ല, തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റണ്ട് മാത്രമാണ് ഈ ബഡ്ജറ്റ്. ഇത് പറയാതിരിക്കാൻ കഴിയില്ല.